بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ എട്ടാമത്തെ ഈ വിശുദ്ധ റമദാനിലെ എട്ടാമത്തെ രാത്രിക്ക് നമ്മളെല്ലാവരും സാക്ഷികളാവുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങളുടെ ദിനരാത്രങ്ങളായി ഖുർആനിലും ഹദീസിലും പരാമർശിക്കപ്പെട്ടു. ഇസ്ലാം അതൊരു ദീനാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. ഖുർആനിൻ്റെ പ്രയോഗം അങ്ങനെയാകുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദീന്, നിശ്ചയം ദീന് ഇസ്ലാം എന്നതാകുന്നു. ആ ഇസ്ലാം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നബിയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്കൊക്കെ മനഃപ്പാടമുള്ളതാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, അഞ്ചിൻ്റെ മേൽ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടു. അപ്പൊ ഇസ്ലാമിലെ 5 കാര്യങ്ങളല്ല, ഇസ്ലാം എന്ന ദീൻ പടുത്തുയർത്തിയിട്ടുള്ളത് 5ൻ്റെ മേലാണ്. അതിൻ്റെ നെടും തൂണ് എന്ന് പറയുന്നത് ഷഹാദത്താണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തലാണ്. അതിന് കേടുവന്നാൽ ആ വശം തകർന്നു പോകും. നെടുന്തൂണിന് ചായ്വുണ്ടാവുകയോ ചെരിവുണ്ടാവുകയോ ഒടിയലോ ഒക്കെ സംഭവിച്ചാൽ ആ കെട്ടിടം തന്നെ ബലക്ഷയം ആയി മാറും. അതിനൊരു ബലവും പിന്നെ ഉണ്ടാവില്ല. അപ്പൊ നമസ്കാരം നിലനിർത്തണം. നമസ്കരിക്കുക എന്ന കൽപ്പനയല്ലല്ലോ ഖുർആനിൽ 67 സ്ഥലത്ത് പ്രതിപാദിച്ച ഒരു വിഷയമാണ്. അപ്പൊ ഇസ്ലാം എന്ന ദീൻ നിലനിർത്തുന്ന ഒരു വിഷയമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. സക്കാത്ത് കൊണ്ടു കൊടുക്കലുമാണ്, അഥവാ നൽകൽ. അത് ഇപ്പൊ നമ്മൾ പ്രതിപാദിക്കുകയല്ല. വസൗമി റമളാൻ, റമളാനിൽ നോമ്പനുഷ്ഠിക്കലാണ്. വഹിജ്ജൽ ബൈത്തിൽ ഹറാം മനിസ്തതഅത ഇലൈഹി സബീല, കഴിയുന്നവർ അള്ളാഹുവിൻ്റെ ഭവനത്തെ കരുതി പുറപ്പെട്ട് അവൻ ആ അമൽ ചെയ്യണം. അതിൻ്റെ പേര് ഹജ്ജ് എന്നാണ്. അപ്പൊ അതിലാണ് ഇസ്ലാം പടുത്തുയർത്തിയിട്ടുള്ളത്. അപ്പൊ ഇസ്ലാം എന്നതൊരു ഭവനം എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഒരെടുപ്പ്, കെട്ടിടം എന്ന നിലയിലാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഏതൊരു തൂണ്. അതുകൊണ്ടാണ് മുത്തഫരിദിലൊക്കെ, ഫിഖഹിന്റെ ഒരുപാട് കിതാബുകളിൽ ഈ പദമാണ് വന്നിട്ടുള്ളത്. ഷാഫി മദ്ഹബിൽ അസ്വലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരം ദീനിന്റെ തൂണാണ്. ഫമൻ തറക്കഹ, അതൊരാൾ ഒഴിവാക്കിയാൽ ഫഖദ് ഹദമദ്ദീൻ, ദീനിനെ അവൻ പൊളിച്ചു കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അവരിൽ എന്തെങ്കിലും സംഭവിക്കുന്നു എന്നല്ല, ഈ ദീൻ തകർന്നു പോവുകയാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ആ വീടിനകത്ത് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ട് മുസ്ലിമുകളായി ജീവിക്കുന്ന നമ്മൾ മറ്റിതര കുറേ കാര്യങ്ങളുണ്ട്, ചില ബന്ധങ്ങളുണ്ട് വീടിൻ്റെ ഉള്ളിലെ. അത് മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ആ വീടിന് അയൽപക്കക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, ജനങ്ങളുണ്ട്. അത് തന്നെ വിവിധ ഗണത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. സൂറത്തു തൗബ, ഫയിൻ താബു, അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്ന പക്ഷം എന്ന് പറഞ്ഞാൽ, അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പശ്ചാത്തപിച്ച് മടക്കുകയാണ്. അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങി. വ അഖാമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുകയും ചെയ്തു. ആ വാക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് വിശകലനം നടത്തപ്പെട്ടതാണ്.
പല ഖുത്ബയിലും നാം ഉപയോഗിച്ചിട്ടുണ്ട്. നമസ്കാരം നിലനിർത്തപ്പെടുമ്പോൾ ഒരു പ്രത്യേകത, അയാൾ പൂർണ്ണമായി ശുദ്ധിയുള്ളവനായി വരും. അയാളുടെ സ്വഭാവം ഏറ്റവും നല്ല ശുദ്ധമായി വരും. നടപടിക്രമങ്ങളും ജീവിതങ്ങളും പെരുമാറ്റങ്ങളും വൃത്തിയുള്ളതായി തീരും. അതൊക്കെ ഖുർആനിൽ വന്ന വാക്കുകളാണതെല്ലാം. നമസ്കാരത്തിൻ്റെ അനന്തര ഫലങ്ങൾ വിവരിച്ചപ്പോഴാണ് അതെല്ലാം പറഞ്ഞത്. അതിവിടെ നമ്മൾ വിവരിക്കുകയല്ല. ആതൗ സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ. അപ്പൊ നമ്മളൊരു വീട്ടിലിങ്ങനെ താമസിക്കുകയാണ്, നമ്മളിലാണ് ഈ പറഞ്ഞ ഗുണങ്ങൾ പറയുന്നത്. അപ്പൊ ഈ റമദാനിന്റെ രണ്ടാമത്തെ 10 ഏറ്റവും അധികം ഇസ്തിഗ്ഫാറിന്റെ സമയമാണ്. പശ്ചാത്താപവും നമസ്കാരവും സക്കാത്തും. സക്കാത്ത് എന്നതിന് ഹാഫിള് സുയൂത്തി അലൈഹിർ റഹ്മ അൽ ഹാവി എന്ന കിതാബിൽ പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട്. എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ ജാമ്യവും മാന്യവുമായ വിവരണം എന്ന് പറയും, സമ്പൂർണമായ വിശകലനം. അത് നിർണിതമായ സമ്പത്തുകളിൽ നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു മനുഷ്യന്റെ മേൽ ബാധ്യതയാവുകയും അതിനെ അവകാശികൾ നിർണയിക്കപ്പെടുകയും ചെയ്തതിൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു ധർമ്മത്തിനാണ് സക്കാത്ത് എന്ന് പറയുക. ഹാവിയിൽ ഉദ്ധരിച്ച ഒരു വാക്കിന്റെ, ഒരു ഇബാറത്തിന്റെ മലയാളം ഞാൻ പറഞ്ഞതാണ്. സക്കാത്ത് കൊടുത്തു. സക്കാത്ത് എന്നതിൻ്റെ യഥാർത്ഥത്തിൽ വിവക്ഷ, ഇത് അതിൻ്റെ സാങ്കേതികമായ വിശകലനമാണ്, സംസ്കരണം എന്നാണ്. അത് ഖുർആനിൽ വന്നത് തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. സക്കാത്ത് ഒരാൾ കൊണ്ട് നൽകുകയാണ്. അയാള് സ്വയം അത് ശേഖരിച്ച് കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്. അത് 8 വിഭാഗത്തെയാണ് പിന്നെ ഖുർആൻ പറയുന്നത്. അവിടെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ സക്കാത്തിൽ ആർക്കാണ് അവകാശപ്പെട്ടത് എന്ന് സൂറത്ത് തൗബയിൽ അള്ളാഹു വ്യക്താക്കി. നമസ്കാരം ഞാൻ പറഞ്ഞല്ലോ, മിഅ്റാജിന്റെ രാത്രിയിൽ ഫർളായി. 67 സ്ഥലങ്ങളിൽ അത് പ്രതിപാദിച്ചു. പക്ഷേ നമസ്കാരം സമ്പൂർണമായി ഖുർആനിൽ വന്നില്ല. എന്നാൽ ഈ സക്കാത്തിന്റെ അവകാശികൾ സമ്പൂർണമായി ഒരായത്തിൽ വന്നു. ഏറ്റവും ഇമാദുദ്ദീൻ എന്ന് പറഞ്ഞ നമസ്കാരത്തെ കുറിച്ച് ഖുർആനില് 67 ആയത്തുകൾ എടുത്തു നോക്കിയാലും ഖുർആനിലെ നമസ്കാരത്തിന്റെ പൂർണ്ണതയില്ല. അത് ഹദീസിൽ നിന്നാണ് ലഭിക്കുക. സമയം, രൂപം, അതിലെ അദ്കാറുകൾ, ഫർളുകൾ, സുന്നത്തുകൾ, ആദാബുകൾ, ഷർത്തുകൾ, ഇതെല്ലാം ഹദീസ് കൊണ്ടാണ് സ്ഥിരപ്പെടുക. പക്ഷെ സക്കാത്തിന്റെ അവകാശികൾ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ അവകാശമാണ്, അത് വിട്ടുകൊടുക്കേണ്ടതാണ്. ആ അവകാശം ലഭിച്ചോ ഇല്ലയോ എന്നത് അവരോടും ചോദിക്കും, സമ്പത്തിന്റെ ഉടമകളോടും ചോദിക്കും. അത് ഒരൊറ്റ ആയത്തിൽ വന്നു, ഇന്നമസ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ. അത് നമ്മൾ പിന്നീട് പ്രതിപാദിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ സക്കാത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നാൽ ഫയഖ്വാനുക്കും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ ഈ ദീന്, ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാം ദീനാണ്, അത് കെട്ടിപ്പടുത്തി ഉണ്ടാക്കിയതാണ്. അതിന് 5 തൂണുകളുണ്ട്. നെടും തൂണാണ് ഷഹാദത്ത്, ബാക്കി 4 എണ്ണമാണ് 4 വശത്തുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ആശാരി കണക്ക് അറിയുമെങ്കിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അറിയുമെങ്കിൽ, ഇത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു വളയവും ഒരു കഴുക്കോലും ഒരു മോന്താഴവും ചേരൂല, വീടുണ്ടാവില്ലല്ലോ. അപ്പൊ ഈ വീട്ടിൽ ഇപ്പൊ നമ്മളുണ്ട്. അപ്പൊ ഖുർആൻ പറഞ്ഞു, ഇപ്പോൾ ദീനിൽ നിങ്ങളാണ് സഹോദരങ്ങൾ. ആരൊക്കെ? ഈ വാങ്ങുന്ന എല്ലാവരും അതെ, സക്കാത്ത് കൊടുക്കുന്നവരും അതെ, നമസ്കാരം നിലനിർത്തുന്നവരുമാണ്. അപ്പൊ അവർ സഹോദരങ്ങളായി. അപ്പൊ സാഹോദര്യം രക്തബന്ധത്തിനപ്പുറം, കുടുംബബന്ധത്തിനപ്പുറം ആദർശ ബന്ധത്തിൽ ഇസ്ലാം സ്ഥാപിച്ചു എന്നർത്ഥം. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതേ സൂറയിൽ തന്നെ ഫഇൻ താബു വഅഖാമുസ്സലാത്ത വആതൗസ് സകാത്ത് ഫഖല്ലു സബീലഹും
അതേ സൂറത്തിൽ തന്നെയാണ് ആദ്യത്തെ ഭാഗത്താണ് ആദ്യം പറഞ്ഞ ആയത്തെങ്കിൽ ഒരു പാരഗ്രാഫ് കഴിയുമ്പോൾ അടുത്ത ആയത്ത് വരികയാണ്. അവിടെയും നമ്മളോട് പറഞ്ഞത് നമ്മൾ മടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ച് മടങ്ങണം. ധാർഷ്ട്യതയും തന്നിഷ്ടവും ഇങ്ങനെ തുടങ്ങി പലതും ഉണ്ടല്ലോ. സമ്പത്തിന്റെ മേൽ അടയിരിക്കുന്ന ചില സ്വഭാവമുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ മടങ്ങി, പശ്ചാത്തപിച്ച് മടങ്ങി, തൗബ ചെയ്ത് മടങ്ങി, നമസ്കാരം നിലനിർത്തി, സക്കാത്ത് കൊടുത്തു. എന്നാൽ ഫഹല്ലു സബീലഹു, അവരുടെ വഴി ഒഴിവാക്കിയേക്കുക, അവരെ വിട്ടേക്കുക, അവരുടെ മേൽ നടപടിയൊന്നുമില്ല. ഇല്ലെങ്കിലോ, അവിടെയാണ് നബിയുടെ പ്രസ്താവന വന്നത്. റസൂലുള്ള പറഞ്ഞു, എന്നാൽ നഉഖുദു, നാം പിടിച്ചെടുക്കും. അങ്ങനെയല്ല, അവരുടെ വഴി അവരെ വിട്ട് കളയണമെങ്കിൽ ഈ പറഞ്ഞ രണ്ടും വളരെ കണിശമായി ഉണ്ടാകണം. ഇല്ലെങ്കിൽ നാം പിടിച്ചെടുക്കും. പിടിച്ചെടുത്താൽ അവന്റെ സക്കാത്തല്ല പിടിച്ചെടുക്കുന്നത്, അത് മാത്രത്തിൽ ഒതുക്കുന്നില്ല. സാധാരണ നമ്മൾ പറയുമല്ലോ, ടാക്സിനൊക്കെ ഇത് വരുമല്ലേ, നമ്മൾ അതിന്റെ കൃത്യത പാലിച്ചില്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നബി പറഞ്ഞത് നാം അത് പിടിച്ചെടുക്കും, എന്നിട്ട് അവന്റെ സ്വത്തിൽ 1/3 ഞാൻ പിടിച്ചെടുക്കും. ഇബ്നു ഖുദാമയുടെ വളരെ ലോകപ്രസിദ്ധമായ ഒരു കിതാബാണ് മുഗ്നി. അതിൽ ഈ ശിക്ഷാ രീതിയാണ് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചതെന്നാണ്. അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഓഫി അംവാലിഹി ഹഖ്ഖുൻ മഅലൂം, അവരുടെ സമ്പത്തിൽ അറിയപ്പെട്ട അവകാശങ്ങളുണ്ട്, ഓഹരികളുണ്ട്. അറിയപ്പെട്ട ഓഹരികൾ, അവകാശങ്ങളുണ്ട്. ലിസ്സായിലി, ആവശ്യമായി വരുന്നവർക്ക്, ചോദിച്ചു വരുന്നവർക്ക്, ആവശ്യമുള്ള ആളുകൾക്ക്. വൽ മഹ്റൂം, ജീവിക്കാൻ ഞെരുക്കമുള്ളവർക്കും, പ്രയാസമുള്ളവർ, ജീവിതം തടയപ്പെട്ടവർ. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യാണ്, 6 മാസമായിട്ട് നമുക്ക് ജോലിക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിലോ, ഒരു ഉദാഹരണം, വർത്തമാനകാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അവർ ജോലി കൂടുതൽ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും, പക്ഷെ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, അവകാശങ്ങൾ കൊടുക്കുന്നില്ല, എന്തിനധികം അവരെ അംഗീകരിക്കുന്നില്ല. എന്നാലോ, അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ പണിഷ്മെന്റ്. അതിന്റെ മൊത്തത്തിലുള്ളതിന്റെ 1/3 കൂടി നാം പിടിച്ചെടുക്കും. കാരണം നബിക്ക് അതിനുള്ള അവകാശം അള്ളാഹു വകവെച്ചു കൊടുത്തു. അത് അള്ളാഹുവിന്റെ റസൂല് പ്രാവർത്തികമാക്കി. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ഈ വിഷയത്തിലല്ല. ഇപ്പൊ നമുക്ക് സ്ഥലമുണ്ടെന്ന് സങ്കല്പിക്കുക, പാടമായിരിക്കും. മുൻപൊക്കെ പാടത്തിന് വിലയില്ലല്ലോ. പാടം എന്ന് പറഞ്ഞാൽ വയലുകൾ. അപ്പൊ അതവിടെ വെറുതെ കിടക്കും. അപ്പോഴാണ് 2 പേർക്ക് തോന്നിയത്, അല്ലെങ്കിൽ ഒരു സംഘം ചെറുപ്പക്കാർ കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് ഇത് കൃഷി ഇറക്കാം. അപ്പൊ 10-500 ഏക്കർ സ്ഥലമായിരിക്കും. അങ്ങനെ കൃഷി ഇറക്കിയാൽ 3 കൊല്ലമായി വെറുതെ കിടന്ന ഒരു വയല് സജീവമായി ഈ ചെറുപ്പക്കാർ അഭ്യസ്ത വിദ്യര് പണിയെടുക്കാൻ ശ്രമിച്ച് അവരുടെ ശ്രമഫലമായി കൃഷി ചെയ്താൽ ആ സ്ഥലം അവരുടേതാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം 6-ാം നൂറ്റാണ്ടിലാണെന്ന് നിങ്ങൾ ഓർക്കണം. ഒരെഴുത്തും വായനയും അറിയാത്ത, നാഗരികത പോലും ഇല്ലാത്ത ഒരു രാജ്യത്തെ ജനതയുടെ മുമ്പിലാണ് അത് പരന്നു കിടക്കുന്ന വിശാലമായ മരുഭൂപ്രദേശങ്ങൾ. അതെത്രയാ ഓരോരുത്തരുടെ കയ്യിലുള്ളത്? ഇപ്പോഴും നമുക്ക് മക്കയിലും മദീനയിലേ ഞാൻ പോയിട്ടുള്ളൂ. അവിടെ ചെന്നാൽ കാണാൻ ഇങ്ങനെ മതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും, എന്തിനാണ് ഈ പാറക്കല്ലുകൾ ഇങ്ങനെ കെട്ടി മാറ്റിയേക്കണേന്ന്. പക്ഷെ അത്രയധികം വിലയുണ്ട് അതിന്. അത് ഒരാൾ കയറി അത് സജീവമാക്കിയാൽ അയാൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ലോകത്ത് ചരിത്രത്തിൽ ആദ്യത്തെ പ്രഖ്യാപനം അത്. അതിന് മുൻപ് ആരും പറഞ്ഞിട്ടില്ല, ശേഷം ഇന്നേ വരെയും അങ്ങനെ ഒരു വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. കൃഷിഭൂമി കർഷകന് എന്നതൊക്കെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വന്ന വാക്കാണ്. ഇത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം അത് സ്ഥാപിതമാകുന്നത്, അതിനകത്ത് ഇസ്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനകത്ത് ജീവിക്കുന്ന ഒരാള് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്.
അതാണ് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ ആകത്തുക. അതാണ് നബിയുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ളത്. അതിൽ ഓരോന്നും ഇത് അത്യാവശ്യം വിശദീകരണം ആവശ്യമാകുന്നതാണ്. വിവരണത്തിന് നമുക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ. നിങ്ങൾ നന്നായി, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരായത്തെടുത്താൽ അതൊന്ന് ആലോചനയ്ക്ക് വിധേയമാക്കി ആവർത്തിച്ചൊന്ന് വായിച്ചു നോക്കണം. അപ്പോഴേ ഇത് മനസ്സിലാവും. അങ്ങനെ ഒരു ശ്രമം നിങ്ങൾ ഈ റമദാനിൽ നടത്തണം. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.